ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫാമിലി സ്റ്റാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ജസ്ന സലീം സ്മൃതി എന്ന വിഷയത്തെക്കുറിച്ചാണ് കേട്ടോ. അപ്പം ഒരിടയ്ക്ക് നല്ല രീതിയിലൊരു വിവാദമായ വിഷയം തന്നെ ആയിരുന്നു എന്ന് പറയാം. സ്മൃതിക്കെതിരെ എന്നല്ല, ഒരു അവിവാഹിതയായ ഒരു പെൺകുട്ടിക്കെതിരെ ഒരാളും പറയാൻ പറ്റാത്ത അതപ്പതിച്ച ഒരു ആരോപണവുമായിട്ടാണ് ജസ്ന സലീം എന്ന വ്യക്തി വീഡിയോയുമായിട്ട് രംഗത്ത് വന്നിരുന്നത്. അത് ഒരുപാട് റിയാക്ഷൻ വീഡിയോസിലേക്ക് വഴിതിരിക്കുകയും സ്മൃതി എന്ന യൂട്യൂബർ സൈബർ സെല്ലിൽ കേസ് കൊടുക്കുകയും ജസ്ന സലീം ആ വീഡിയോ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കണ്ടം വഴി ഓടേണ്ട ഒരു ഗതികളൊക്കെ വന്നിരുന്നു. അപ്പം ഒരുപാട് ആൾക്കാർ വീണ്ടും റിയാക്ഷൻ വീഡിയോസ് ചെയ്തു. ജസ്ന സലീമെ, നീ പേടിച്ചിട്ടായിരുന്നോ? ഇത്രയും പേടിയായിരുന്നെങ്കിൽ നീ എന്തിനു വീഡിയോ ഇട്ടു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിയാക്ഷൻ വീഡിയോസ് വീണ്ടും വന്നു. അപ്പം ഞാനും അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തതാണ്. അപ്പം ഇപ്പോഴത്തെ പ്രശ്നം എന്നാന്ന് ചോദിച്ചാൽ, നമ്മുടെ ജസ്ന സലീം വീണ്ടും ഉയർത്തെഴുന്നേറ്റ് 10 മടങ്ങ് ആരോപണവുമായിട്ട് തോന്നിവാസ വർത്താനവുമായിട്ട് വീണ്ടും വീഡിയോസുമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ജസ്ന സലീം, ഷാജിദ ഷാജി എല്ലാം ഒരേ ഗണത്തിൽപ്പെടുന്നതാണെന്ന് തോന്നുന്നു. വായിന്ന് എന്താണ് വരുന്നതെന്ന് സാമാന്യ ബോധമില്ലാത്ത രീതിയിലൊരു വർത്താനമാണ്. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നിരുന്ന് ഇത്രയും അതപ്പതിച്ച രീതിയിലുള്ള ഒരു വർത്താനം സംസാരിക്കുമ്പോൾ അതെത്രയും മോശമാണെന്ന് സ്വയമായിട്ട് ചിന്തിക്കുന്നില്ല. നമ്മൾ സ്വയമായിട്ട് നമ്മൾ നാറിപ്പോകുക എന്നൊരു ബോധം ഇതുങ്ങൾക്ക് ഇല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഏതായാലും വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ പറ, ഇത് മോശപ്പെട്ട വർത്താനമാണോ ഇവർ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വരാം. ചേച്ചിയുടെ വീടിനോട് ചാഞ്ഞിട്ട് ഒരു മുള്ളുമുരുക്ക് ഉണ്ടായിരുന്നു. അത് വീടിന് ഭീഷണിയാവുമെങ്കിൽ അത് വെട്ടിക്കളയണ്ടേ, അതിന്റെ കുറച്ച് നെട്ടോട്ടത്തിലായിരുന്നു. ചേച്ചി ചുമ്മാ പറയാ. കാരണം എന്താണെന്നറിയോ, ചേച്ചിയുടെ വീട്ടിൽ അങ്ങനെ ഒരു മുള്ളുമുരുക്ക് ഉണ്ടായിരുന്നു. ചേച്ചി ഒരിക്കലും കൊയിലാണ്ടി തട്ടോളം. അത് കാലം നിന്റെ ഭർത്ത് വീട്ടുകാർക്ക് ഒരു ദിവസം മനസ്സിലാക്കി കൊടുക്കും. ഭർത്താവിന്റെ വീട്ടുകാർക്ക്, നിന്റെ വീട്ടുകാർക്കല്ല. നിന്റെ വീട്ടുകാർക്ക് ആ സത്യങ്ങളൊക്കെ അറിയാം. നീ മുടങ്ങിപ്പോയി എന്ന് പറയുന്ന നിന്റെ ആ വ്യാജ കല്യാണം ഉണ്ടല്ലോ, വ്യാജമുടക്കുണ്ടല്ലോ, അവന്റെ വീട്ടുകാർക്കും അവന്റെ കുടുംബത്തിലുള്ളവർക്കും ഒരു കാലത്ത് അന്നൊരിക്ക് ആ ജീവിച്ച് തീർക്കേണ്ടതല്ല. പോരാത്തതിന് ഈ പെണ്ണിന് പലരുടെയും ശാപമുണ്ട്, പല കുടുംബങ്ങളുടെയും ശാപമുണ്ട് ഇവൾക്ക്. കാരണം ഇവള് സോഷ്യൽ മീഡിയ തുറന്ന് അന്ന് തൊട്ടിട്ട് ഇവള് വ്യാജപ്രചാരണമാണ് ഓരോരുത്തരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അപ്പൊ അങ്ങനെ അരി മേടിക്കുന്ന ഒരു ലെവലാണ് ഇവള്. നിങ്ങൾക്ക് കേട്ടപ്പോൾ എന്താണ് തോന്നിയത്? ഇത്രയും നാണം കെട്ട രീതിയിൽ വർത്താനം പറയുന്നവരെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഞാൻ രേണു സുധി എന്ന വ്യക്തിനെ സപ്പോർട്ട് ചെയ്ത് ഒരു വീഡിയോ, സപ്പോർട്ടല്ല, എൻ്റെ കൂടെ പഠിച്ചു എന്ന് പറഞ്ഞ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതിൻ്റെ താഴെ എനിക്കും ഇങ്ങനെ മുള്ളുമുരിക്കിൻ്റെ ഒരു പ്രയോഗവുമായിട്ടൊരു കമൻറ്റ് വിജയൻ എന്ന് പറഞ്ഞൊരു വ്യക്തി ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്തിരുന്നു. അപ്പോൾ അതിനെതിരെ ഞാൻ പ്രതികരിച്ച് വീഡിയോ ഇട്ടതാണ്. ഇപ്പോഴും നമ്മുടെ ജസ്ന സലീമും ഇതുപോലെ തന്നെ പറയുന്നുണ്ട്, മുള്ളിമുരിക്ക് അവിടെ വീട്ടിൽ സ്മൃതിയുടെ വീട്ടിലുണ്ടെന്ന് പറയുന്നത് വെറുതെയാണ്, ഉണ്ടെങ്കിൽ അവൾ കൊയിലാണ്ടി വരെ വരേണ്ട കാര്യമില്ലല്ലോ എന്ന്. അപ്പോൾ ചേച്ചി അത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് ചേച്ചിക്ക് മറ്റൊരാൾ എങ്ങനെ ഉപയോഗപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ എന്നൊക്കെ പറഞ്ഞു കൊടുക്കണമെങ്കിൽ ചേച്ചിക്ക് മുള്ളുമുരിക്ക് ഉപയോഗപ്പെടുത്തി, ചേച്ചിക്ക് പരിചയമുള്ള ആൾക്കാരാണ് അതിനെക്കുറിച്ച് കൂടുതൽ വിസ്തരിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ചേച്ചിക്ക് നല്ല പരിചയമായതുകൊണ്ടാണ് ചേച്ചി അതിന് സ്മൃതിക്ക് പറഞ്ഞു കൊടുക്കാൻ രംഗത്ത് വന്നിരിക്കുന്നത്. അതെന്ത് മോശപ്പെട്ട വർത്താനമാണെന്നൊന്ന് ചിന്തിച്ച് നോക്കിയിട്ടാണ് നിങ്ങളൊക്കെ സംസാരിക്കുന്നത്. മുള്ളുമുരിക്കിൻ്റെ പ്രയോഗമായിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് സാമാന്യം നമുക്കൊരു നിലവാരമുള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയയിൽ വന്ന് ഇതുപോലെയുള്ള പ്രയോഗങ്ങൾ പടച്ചുവിടത്തില്ല. പടച്ചുവിട്ട് കഴിയുമ്പോൾ എന്താണ് ജസ്ന സലീമിന്റെ വിചാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഏറ്റവും നല്ലൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്, മുള്ളുമുരിക്കിൻ്റെ പ്രയോഗമൊക്കെ എല്ലാവർക്കും അങ്ങ് ഇഷ്ടപ്പെടും എന്നാണ് പറയുന്നത്. അപ്പം ചേച്ചിക്ക് അസുഖമുണ്ടെങ്കിൽ സ്വയം ചെയ്യുക, അത് മറ്റുള്ളവർക്ക്. സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടി ഒരു അവിവാഹിതയായ പെൺകുട്ടിയാണ്, അതിനെ ഇങ്ങനെ വേട്ടയാടരുത്. അതൊരു ബോൾഡായിട്ടുള്ളൊരു ലേഡിയാണെന്ന് നമുക്ക് പറയാം, ഒരു സ്ത്രീയാണ്. അല്ലെങ്കിൽ വേറൊരാളായിരുന്നെങ്കിൽ ഇപ്പോൾ അത് ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തേണ്ട പ്രശ്നം വന്നേനെ, എൻ്റെ കല്യാണം മുടങ്ങി, അങ്ങനെയുള്ളൊക്കെ ഈ ചേച്ചി തന്നെ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട്. അപ്പം ഏതായാലും ഒരാളുടെ കുടുംബം തകർക്കാൻ എങ്ങനെ ജസ്ന സലീം എന്ന വ്യക്തി ഇറങ്ങിത്തിരിക്കാതിരിക്കുക. അത് തന്നെയല്ല, ഓരോ പ്രയോഗങ്ങളും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വന്ന് സംസാരിക്കുമ്പോൾ നമ്മുടെ വ്യക്തിത്വം ആണ് നഷ്ടപ്പെടുന്നതെന്ന് നമ്മൾ ഓർത്തിട്ട് വേണം സംസാരിക്കുന്നത്. അല്ലാതെ ഇതുപോലെയുള്ള മോശം കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ എല്ലാ ആൾക്കാരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കാതിരിക്കുക. ജസ്ന സലീം ആ ഒരു വോയിസിൽ വേറൊരു ആരോപണം കൂടെ ആ വീഡിയോയിൽ പുള്ളിക്കാരി നടത്തുന്നുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, മറ്റുള്ളവരുടെ വീഡിയോസ് വ്യാജ പ്രചരണം നടത്തിയാണ് സ്മൃതി എന്ന യൂട്യൂബർ അതുകൊണ്ടുണ്ടാക്കുന്ന കാശ് കൊണ്ടാണ് അരി മേടിക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ, ചേച്ചി എന്താണ് ചെയ്യുന്നത്? ചേച്ചിയും അത് തന്നെയല്ലേ ചെയ്യുന്നത്? സ്മൃതിക്കെതിരെ വ്യാജ പ്രചരണം നടത്തി യൂട്യൂബിൽ ഇപ്പോൾ വീഡിയോസ് ഇട്ട് തന്നെയല്ലേ ചേച്ചിയും റീച്ച് ഉണ്ടാക്കുന്നത്? എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഒരു ന്യൂസ് വരുമ്പോൾ, വ്യാജ പ്രചരണം എന്നല്ല, ഒരു ന്യൂസ്
വരുമ്പോൾ എല്ലാവരും ആ ന്യൂസിനെതിരെ വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും. ആരും ചെയ്യാതിരിക്കത്തില്ല. അല്ലാതെ ആരും ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ എടുത്ത് വീഡിയോ ചെയ്യുന്നവരുമുണ്ട്. പക്ഷേ എല്ലാവരും അങ്ങനെയല്ല. ഞാനും ഒരു ന്യൂസ് കാണുമ്പോൾ വീഡിയോ ചെയ്യാറുണ്ട്. ആരുടെയും പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ അതിൻ്റെ അകത്ത് ചർച്ച ചെയ്യാറില്ല. അതെനിക്ക് താല്പര്യവുമില്ലാത്ത കാര്യമാണ്. അപ്പം എല്ലാവരും, ജസ്ന ചേച്ചി അത് തന്നെയല്ലേ ചെയ്യുന്നത്. എല്ലാവരും റീച്ചിന് വേണ്ടിയും കാശിന് വേണ്ടി തന്നെയാണ് യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ആരും അങ്ങനെയല്ല. പിന്നെ അവിവാഹിതയായ ഒരു പെൺകുട്ടിയാണ് അത്. അതിനി മുന്നോട്ട് ജീവിക്കുക തന്നെ ചെയ്യണം. ചേച്ചി ദൈവത്തെ ഓർത്ത് അതിനെ വെറുതെ വിടുക. അല്ലാതെ ഇങ്ങനെ പല ആണുങ്ങളുടെ കൂടെ നടന്നവളാണ് സ്മൃതി എന്നും ഒരുപാട് പേരുടെ പ്രാക്ക് കിട്ടിയവളാണ്, അങ്ങനെയുള്ള മോശം വാക്കുകൾ ഉപയോഗിക്കാതിരിക്കുക. നമ്മുടെ ജീവിതവും സ്വയമായിട്ട് തകർന്നിരിക്കുകയാണ്. മറ്റുള്ളവരെയും കൂടെ തകർക്കാൻ ശ്രമിക്കാതിരിക്കുക.